എനിക്ക് ആ തേനറക്കുന്ന ഒരു വീഡിയോ വ്ളോഗ് ചെയ്ത് എനിക്ക് വലിയ മറ്റവനാവണമെന്ന് ആയിരുന്നു എൻ്റെ വിചാരം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ ഈ സെറ്റപ്പ് വേണ്ടാത്തൊന്നും ശബരിമല പോകണമെന്ന് അങ്ങനെയല്ല, നമ്മൾ ചൂണ്ടിടാൻ പോവുകയാണേ. കണ്ടാ നമ്മുടെ പേലന്മാരെ വരുന്നുണ്ട്. വാ വാ, ആ ബാക്കേറ്റം തന്നെ അവൻ്റെ കയ്യിലാണ് നമ്മൾ ചൂണ്ടാൻ കഴിയേക്കാം. എൻ്റെ കയ്യിലുണ്ട് ഒരു വാളുണ്ട്. വാളെന്ന് വെച്ചാൽ നമ്മൾ കാട് വെട്ടി തെളിച്ച് പോകാനാണ്. ഫോണ് കത്തിപ്പോയി, ഒരു വെട്ടവും വെളിച്ചമൊന്നുമില്ല. അങ്ങനെ കാടെല്ലാം വെട്ടി തള്ളി മുഖമൊക്കെ എടുത്ത് നോക്കി പോകണം കേട്ടാ, നോക്കണം കേട്ടാ. സ്ഥിരമായിട്ട് അവിടെ കാട്ടും വഴി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടി ഒതുക്കിയൊക്കെ പോകേണ്ടി വരുന്നേ. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ കോഴ്സ്. മിസ്റ്റർ പില്ലാൻ യോ അല്ലാ മുള്ളു പട്ടറാ ഉണ്ട് ഇല്ല. എൻ്റെ പൊന്നെ, എന്നാ ഇങ്ങനെ പിടിച്ച് എന്നെ കൂടെ ഷൂട്ട് ചെയ്തു. വയ്യം വെളിച്ചൊന്നുമില്ല ബീച്ച്. എന്തായാലും ഒരു വെട്ടപ്പാ അടുത്ത് വരല്ലേ. അടക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഏകദേശം വെട്ടി താത്ത് വന്നിട്ടുണ്ട്. നിങ്ങളങ്ങനെ കുറച്ചൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇവിടെ വേറൊരു സംഭവമുണ്ട്, അതിൻ്റെ പിന്നെയും കിടക്കുന്നേ ഉള്ളൂ. ഞാൻ ക്യാമറയിലൊക്കെ മുന്നോട്ട് നോക്കണം കേട്ടാ. ഏകദേശം 1 മാസത്തിന് കൂടുതലാണ് ഇങ്ങോട്ടാ വന്നിട്ട്. എന്ന് കാരണം അവൻ്റെ വിടലിലായിരിക്കും. അവിടെ ഒരു കറുത്ത സാധനം ഉണ്ടേ ഗൈസ്. ഇതുകൊണ്ട് എൻ്റെ വാളിൻ്റെ തുപ്പത്ത് അവിടെ തേനുണ്ടേ, അതും പെരുന്തേൻ. നമുക്ക് തേനാണ് നമ്മൾ ഇതായിട്ട് തേനെടുക്കുന്നത് വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള രീതിക്കാണ് ഇപ്പോൾ അവിടെ തേന് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ പോയാ അപ്പോൾ ഇപ്പോൾ ഇരുണ്ട് ചേച്ചൻ തേനിറക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറുമ്പാതം കിട്ടിയില്ലേ. അങ്ങനെ ഞാൻ പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന തേനിനെ പെരുന്ത് തിന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ പ്രതീക്ഷ തവിട്ടോടെ പോയി. എനിക്ക് ആ തേനിറക്കുന്ന ഒരു വീഡിയോ വ്ളോഗ് ചെയ്ത് എനിക്ക് വലിയ മറ്റവനാവണമെന്ന് ആയിരുന്നു എൻ്റെ വിചാരം. അത് മൂഞ്ചിപ്പോയി. ആരുടെ അല്ല് അയ്യോ നിൽക്കില്ല ഗൈസ്. ഒരു പുഴു ഇരിക്കുന്നു ഗൈസ്, പുഴു. അതിനെ കൊല്ലണമെങ്കിൽ അതും കടി പുഴു. ഇതാണ് ആ സാധനം കേട്ടോ, ഇതാണ് ആ സാധനം. ക്യാമറ മറക്കി. അങ്ങനെ നമ്മൾ വയ്യെല്ലാം വെട്ടി നീക്കി അതിനെക്കാട്ടും വലിയൊരു കാട്ടിൻ്റെ അകത്തൊന്ന് കയറിയിട്ടുണ്ട്. അയ്യോ എന്തൊക്കെയാ വന്നടാ. അങ്ങനെ നമ്മൾ പോകുന്ന വഴി കാണിച്ചില്ലല്ലോ സുഹൃത്തുക്കളെ, കാണാമോ? 2 ക്യാമറ മാത്രമേ ഉള്ളത്. ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വിജനമാം വഴിയിലൂടെ നമ്മൾ നടന്ന് ഇങ്ങനെ മുള്ളെല്ലാം വെട്ടി നീക്കി. ഇത് ആനയുടെ ഭയങ്കരമായ കേന്ദ്രമാണ്. ഒരു വെള്ള സാധനം കുമ്മളാടാ, അല്ല കൊടുവണ്ടി അല്ല. ഇതാണ്ട് അവിടെ ഒരു വെള്ള സാധനം കാണാൻ പറ്റൂല. അവിടെ ഉണ്ട് തേക്കൽ കാണാം. നമുക്ക് എവിടെ ഇറങ്ങണ്ടാ ബാക്കു? വക്കല
എവിടെ കടന്തേക്കരനെ എവിടെയാ? ഓ ഓ ഇവിടെ കാരമുട്ടിനപ്പുറത്താ. എൻ്റെ അമ്മ ഇതൊക്കെ എവിടെന്നാ കൊണ്ടുവന്നത്? ഈടൊക്കെ എൻ്റെ കാലം നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഇതാ പിന്നെ ഇല്ലേ ഇങ്ങോട്ട് നോക്ക്. എറാ ഇതിലടാ നോക്ക്, പുഴുവിനെ കൊന്നിട്ടു അവിടെ. ഇവിടെ മുളവിടാം, മുളവിടാവുന്നു. ഇവിടെ പക്കുവ. നമ്മളങ്ങനെ നമുക്കിതിലേ ഇറങ്ങാം. നമ്മൾ വന്ന വഴി അതിലെ അങ്ങോട്ടാണേ പോകുന്നത്. ഇത് നമ്മൾ വേറൊരു വഴിക്ക് ഇറങ്ങുന്നുണ്ടേ. വഴി കാണിച്ചാൽ. ഓ ചേട്ടാ എൻ്റെ പൊന്നെ, 1 മാസത്തോളം കാലം ഇവൻ ആന എവിടെയാണെന്ന് നിന്നത്. ഇങ്ങോട്ട് നോക്ക്, കാണാൻ പറ്റൂല കേസ്, അറിയാൻ പറ്റൂല. വയ്യോടെ കൂടാ അവിടെ കൂടി വയ്യും പുല്ലൊന്നും ഇല്ല കേസ്. ഇല്ല ഇല്ല. അപ്പോൾ ഇനി തേക്കല്ലെത്തിയിട്ട് കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് കുറച്ച് റിസ്ക് ഉള്ള സ്ഥലമാണ്, നമ്മൾ മുഖത്തോ ഇല്ല. ഇനി അങ്ങോട്ട് കുറേ റിസ്ക് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ തേക്കല്ലെത്തിയതിന് ശേഷം കാണിച്ചു തരാം. തേക്കല്ലിറങ്ങട്ടെ. നമ്മൾ ആനയുടെ കേന്ദ്രത്തിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഇവിടെ വരുന്നുണ്ട്. നമ്മളങ്ങനെ തേക്കലിൻ്റെ ശേഷം എത്തിയിട്ടുണ്ട്. കരയിലെത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ ചന്ദ്രൻ പറഞ്ഞ അത്രയും വെള്ളമൊന്നും കയറിയൊന്നുമില്ല. അതാണ് നമ്മുടെ തേക്കൽ. തേക്കൽ ചൂണ്ടാടാൻ പോയപ്പോൾ സംഭവിച്ചു കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടും. ഇതാണ് നമ്മൾ തേക്കലിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് മിനിറ്റ് കാണാം. കാണിച്ചു തരാമേ. അങ്ങനെ നമ്മൾ ഒരു രാത്രി നേരെ ഇട്ടിട്ടുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ഇരുന്നപ്പോൾ കണ്ട ഇത്രയും മീനാണ് കിട്ടിയത്. അപ്പോൾ കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരിയപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ടേ. പറ. ഇത് അലർജി അല്ല, എന്തോ ആയിരിക്കും.